എനിക്കൊരു ഒരു റോക്ക് സ്റ്റാർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹം. സിനിമയിലാണോ? അതെന്താ കളിയാക്കുന്നുണ്ടോ എന്നെ? ഇല്ലില്ല. ഇല്ലല്ലോ. ആ. ഒരു വലിയ പരിപാടി, ഒരു കോൺസെർട്ട്. ആഹാ. തീർന്നോ? ആ പിന്നെ അവിടെ കൊണ്ട് അവസാനിപ്പിക്കണോ? ആ പ്രേതമായിട്ട് ഞാൻ നല്ലായിരിക്കും അല്ലേ? അടിപൊളി. അങ്ങനെ ഈ പ്രേതത്തിന്റെ റോൾ എനിക്കിഷ്ടം. ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള കോംപ്ലിമെന്റ് എന്താ ആക്ടിങ്ങില്? അങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ എന്നെ പൊക്കി പറയില്ല. സിനിമയിൽ വന്നതിന് ശേഷമേ ഇത്തരം ഈഗോസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? ഇപ്പൊ ആക്ട്രസുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ആളുകളൊക്കെ വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ആളുകളല്ല. അവർക്ക് അറിയാലോ അവരുടെ, നമുക്കറിയാം നമ്മളുടെ സ്പേസ് എന്താണ്, നമുക്ക് എന്താണെന്നുള്ള. ഇവരുടെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ആക്ടറോ പറയാൻ പറഞ്ഞ? തബു ഒക്കെ ഇല്ലേ? തബുവിന്റെ ഇപ്പോ ചില ഇപ്പോ മക്ബൂൽ അങ്ങനെ 2-3 സിനിമകളുണ്ട്. അതിലൊക്കെ അവര് ചില സീൻസ് ഒക്കെ എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് തോന്നും. ആശയുടെ ഒരു ഹൃദയത്തിന്റെ ഒരു കോണിൽ നമുക്കൊരിടം പിടിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാ? ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ എനിക്കും ഉണ്ടാവും എൻ്റെ ഇപ്പം അതൊന്നും പറയാൻ അറിയില്ല. നാച്ചുറലി നമുക്ക് ആളുകൾ ഇഷ്ടപ്പെടുന്നതാണല്ലോ. ഫ്രണ്ട്സ് ചിലരോട് നമുക്ക് കുറെ നാൾ ഇന്ററാക്ട് ചെയ്യുമ്പോഴേ ഓക്കെ നമുക്ക് അവരോട് ഒരു ബോണ്ട് ഉണ്ടാവും. ഞാൻ കുറച്ച് സീക്രട്ടീവ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യും. ഞാൻ എല്ലാവരോടും സംസാരിക്കും, എല്ലാ കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ സീക്രട്ടുകൾ അതിൻ്റെ ഞാൻ പണ്ടേ പൊതുവെ അങ്ങനെ എല്ലാവരെയും കയറി വിശ്വസിക്കുവോ അങ്ങനത്തെ ഒരാളല്ല ഞാൻ. എനിക്ക് എൻ്റെ ട്രസ്റ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ആശ ബൈജു എന്ന് പറയുന്നൊരു നായികനെ നമ്മൾ ഇന്റർവ്യൂസ് വഴിയാ കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത്. താങ്കൾ സിംഗർ ആണെന്നും ഒക്കെ അറിഞ്ഞു തുടങ്ങിയത് ഇന്റർവ്യൂസ് വഴിയാ. പക്ഷെ ഇതൊന്നും അല്ലാത്ത ഇന്റർവ്യൂസിലൊന്നും കാണാത്ത ആശയുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് നമ്മൾ ചോദിച്ചാൽ ആശ ബൈജു എന്നുള്ളൊരു കുട്ടിയെ ബ്രീഫ് ചെയ്യാൻ പറഞ്ഞാൽ അവൾ എങ്ങനെയൊക്കെ ആയിരിക്കും ആശ ബൈജു എന്ന് പറയുന്നൊരു കുട്ടിയെ ബ്രീഫ് ചെയ്യുന്നത്? നോട്ട് ആക്ടർ, പേഴ്സണലി ബ്രീഫ് ചെയ്യാൻ പറഞ്ഞാൽ അവരെന്തൊക്കെയായിരിക്കും പറയാ ആശ ബൈജു? ഞാനിങ്ങനെ കോമഡി ഒക്കെ പറയുന്ന ചളിയൊക്കെ അടിക്കുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരാളാണ്. പക്ഷെ എന്റെ കോമഡികളൊന്നും അത്ര ഏക്കാറില്ലെങ്കിൽ പോലും ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ വർക്കാവും. അങ്ങനെ പുറത്തു വശം അത്ര വർക്കല്ല. അങ്ങനെയാണ്. ഫ്രണ്ട്സിന്റെ ഇടയ്ക്കാണെങ്കിൽ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ എപ്പോഴും ഐ മീൻ അവരെന്റെ ലൈഫിന്റെ ഒരു ഭയങ്കര പാർട്ടാണ്. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ എൻ്റെ ലൈഫിന്റെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അപ്പൊ അവരായിട്ടൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ ഫുഡിയാണ്. അതൊരു അങ്ങനെയൊക്കെ ബ്രീഫ് ആയിരിക്കും പറയാ. ആയിരിക്കും. അത് പിന്നെ അവരോട് ചോദിക്കണം. അവരെന്നെ പിന്നെ മോശമായിരിക്കും പറയുന്നത് വേറെ കാര്യം. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ആവട്ടെ. ഈ പറഞ്ഞല്ലോ ഡിസ്റ്റർബ് ചെയ്യും ഞാൻ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ. അപ്പൊ ഇറിറ്റേറ്റ് ചെയ്യുന്നതല്ല, ചുമ്മാ ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ച് ശല്യം ചെയ്യാറുണ്ട്. ആർഷ സ്വയം വിലയിരുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? വന്ന മാറ്റങ്ങളിൽ മെച്ചൂർഡായി. പിന്നെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു മെച്യൂരിറ്റി ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കാനും നമ്മളിപ്പോൾ ഒരുപാട് കൂടുതൽ ആളുകളെ കണ്ടുവരികയാണ്, കൂടുതൽ ആളുകളായിട്ട് ഇടപെടുന്നു, ഫ്രണ്ട്സിനെ കിട്ടുന്നു, അല്ലെങ്കിൽ നമ്മൾ സിനിമകൾ കൂടുതൽ ചെയ്യുന്നു. അപ്പം നമുക്ക് ഓരോ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. അതനുസരിച്ച് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആളുകളെ ആരെയൊക്കെ ട്രസ്റ്റ് ചെയ്യേണ്ട അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറച്ചുകൂടെ കെയർഫുൾ ആണ്. ഞാൻ പണ്ടേ പൊതുവെ അങ്ങനെ എല്ലാരെയും കയറി വിശ്വസിക്കുവോ അങ്ങനത്തെ ഒരാളല്ല ഞാൻ. എനിക്ക് എൻ്റെ ട്രസ്റ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെനിക്ക് പണ്ട് മുതലേ ഉള്ളൊരു ക്വാളിറ്റിയാ. ഞാൻ കുറച്ച് സീക്രട്ടീവ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യും. ഞാൻ എല്ലാവരോടും സംസാരിക്കും, എല്ലാ കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ സീക്രട്ടുകൾ അതിന്റെ ഇല്ല ഓപ്പൺ അപ്പ് ആവുന്നില്ല. ഞാൻ എൻ്റെ സീക്രറ്റ്സ്, എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും അങ്ങനെ പറയില്ല. എന്ന് വെച്ചാൽ എനിക്ക് അത്ര ട്രസ്റ്റ് ഇല്ല എല്ലാവരും. അപ്പോൾ അങ്ങനെ ട്രസ്റ്റ് കിട്ടാൻ പണ്ടേ പാടാണ് ആൾക്കാർക്ക്. പക്ഷെ എന്നാലും ഇപ്പം കുറച്ചുകൂടെ ഞാൻ കെയർഫുൾ ആണ് ആൾക്കാരെ. അതൊക്കെ നമുക്ക് മെച്ചോർഡാണ്. അതൊരു അല്ലേ? അതാണ് തോന്നുന്നു കറക്റ്റ്. എല്ലാത്തിന്റെ ആൻസർ കറക്റ്റ് ആണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇതാണ് എന്റെ ആൻസർ. അങ്ങനെ അതെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് പറയും ഇതെന്താ ഇങ്ങനെ പറയുന്നത്, ഇതിനിങ്ങനെ അല്ലല്ലോ പറയണെന്നൊക്കെ അവർ പറയും. ഇപ്പൊ പറഞ്ഞില്ലേ ട്രസ്റ്റ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും, ഒരാളെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ ഇച്ചിരി സമയം എടുക്കുമെന്ന്. ഞാൻ പറയട്ടെ, ആർഷയുടെ ഒരു സർക്കിളിലേക്ക്, ആർഷയുടെ ഒരു ഹൃദയത്തിന്റെ ഒരു കോണിൽ നമുക്കൊരിടം പിടിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാ സാറ്റിസ്ഫൈഡ് ആവേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാ ആ ഒരു ജേർണി ഹൃദയത്തിലേക്കുള്ള? അയ്യോ അതെനിക്കറിയില്ല ശരിക്കും. അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഉണ്ടല്ലോ.
അപ്പൊ അങ്ങനെ എനിക്കും ഉണ്ടാവും എൻ്റെ ഇപ്പം അതൊന്നും പറയാൻ അറിയില്ല. നാച്ചുറലി നമുക്ക് ആളുകളെ ഇഷ്ടപ്പെടുന്നതാണല്ലോ. ഫ്രണ്ട്സ് ചിലരോട് നമുക്ക് കുറെ നാൾ ഇന്ററാക്ട് ചെയ്യുമ്പോഴേ ഓക്കെ നമുക്ക് അവരോട് ഒരു ബോണ്ട് ഉണ്ടാവും. അങ്ങനെയാണ് യൂഷ്വലി എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ എൻ്റെ ആക്ച്വലി പറയുകയാണെങ്കിൽ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സൊക്കെ പലരും പല ടൈപ്പുകളാണ്. അതായത് എൻ്റെ ഒരു ഫ്രണ്ടും വേറെ ഫ്രണ്ടും നോക്കുകയാണെങ്കിൽ എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആളുകളാണ്. അത് ഞാൻ പിന്നെ ഇപ്പം എനിക്ക് പണ്ട് ചെറുപ്പം തൊട്ടേ ഉള്ള ക്ലോസ് ഫ്രണ്ട്സ്, ചെറുപ്പം തൊട്ടേ ഉള്ള കൂട്ടുകാരുണ്ട്. അപ്പൊ അവരോടൊക്കെ അവരൊക്കെ ഒപ്പം വളർന്നതാണ് ഞാനപ്പം. പലരുടെയും പല സ്വഭാവമാണ്. നമ്മള് എല്ലാരായിട്ടും അഡ്ജസ്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. ഐ മീൻ എന്തൊക്കെ എന്തൊരു പറയുന്നു, എല്ലാവരോട്ടും അഡ്ജസ്റ്റ് ചെയ്തല്ല, ഐ മീൻ എല്ലാരെയും ഒപ്പം ചേർത്ത് തന്നെയാണ് പോകുന്നത്. ഓക്കെ. ഈ ഇപ്പൊ ആർഷയുടെ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കി കഴിഞ്ഞാലേ എല്ലാ സിനിമകളും സൈൻ ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും ഒന്നിൽ കൂടുതൽ നായികമാരുണ്ടായ സിനിമകളാണ്. പണ്ട് ഇനി അംബിക മാം ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഒന്നിൽ കൂടുതൽ നായികമാരുള്ള സമയത്തൊക്കെ ഈ ഈഗോസ് ആക്ടേഴ്സിന്റെ ഇടയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ ഭയങ്കര ചാൻസ് കൂടുതലായിരിക്കും. ഇപ്പോൾ കാരവാന്റെ സ്ഥലത്താണെങ്കിലും കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിലും സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ് ഓപ്പോസിറ്റ് ആക്ടേഴ്സ് എന്നുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന ഒരു ഈഗോ പല കാര്യങ്ങളിൽ അവർ വർക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും സിനിമയിൽ വന്നതിന് ശേഷമേ ഇത്തരം ഈഗോസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ ആക്ടേഴ്സിൽ നിന്ന്? സത്യസന്ധമായിട്ടാണ് പറയുന്നത്. കാരണം അത് ഒന്നാമത്തെ കാര്യം, ഈ ഈഗോ ഇതൊക്കെ ഓരോരുത്തരുടെ സ്വഭാവം. നമുക്ക് ഒരിക്കലും അന്നത്തെ കാലത്തും അത് ജനറലൈസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതൊക്കെ ഓരോ വ്യക്തികളുടെ സ്വഭാവമാണ്. അത് ഓരോ വ്യക്തികളെ വെച്ചിരിക്കും, അവരുടെ സ്വഭാവം വെച്ചിട്ടാണ്. എനിക്ക് ഫോർച്ചുനേറ്റ്ലി ഞാൻ വർക്ക് ചെയ്തവരൊക്കെ നല്ല ആയിട്ട് നമ്മളായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്ന, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവരും ആയിരുന്നു. അതിപ്പോ 18-ാം പടി തൊട്ടാണെങ്കിലും ഇപ്പൊ ഞാൻ ലാസ്റ്റ് ചെയ്ത സിനിമ വരെ അങ്ങനത്തെ ആളുകളാണ്. എനിക്കൊരു തരത്തിലുള്ള ബുദ്ധിമുട്ട് അവരെന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അവരെന്നെ എന്തെങ്കിലും ഇപ്പൊ ഞാനൊരു പുതിയൊരു ആളാണ്, അപ്പൊ അവരെന്നെ അതിനനുസരിച്ച് ഹെൽപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പൊ സീൻസ് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയങ്ങളിലും ഒക്കെ ഡിസ്കസ് ചെയ്യുകയൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ ഇപ്പൊ ആക്ട്രസുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ആളുകളൊക്കെ വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ആളുകളല്ല. അവർക്ക് അറിയാലോ നമുക്കറിയാം നമ്മളുടെ സ്പേസ് എന്താണ്, നമുക്ക് എന്താണെന്നുള്ള. അപ്പൊ അതിനകത്ത് വേറെ ഇഷ്യൂസ് വരേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു കോംപ്ലിമെന്റ് എല്ലാവരും തരുമായിരുന്നു. അതായത് ഭയങ്കര ബാസുള്ള നല്ല സൗണ്ട് ആണ്. ആക്ച്വലി സ്കൂളിൽ പഠിച്ച സമയത്തില്ലേ, എന്റെ സ്കൂളിൽ പഠിച്ച സമയത്ത് ആ സമയത്ത് കേളി ഹെയർ ഇത്ര ട്രെൻഡ് അല്ല. ആ സമയത്ത് സ്ട്രെയിറ്റ് ഹെയർ ആണ്. അപ്പം കേളി ഹെയർ ഒക്കെ ഉള്ളവർ എപ്പോഴും ഒരു 12th ഒക്കെ ആകുമ്പം അവരൊക്കെ സ്ട്രെയിറ്റ് ചെയ്തിടും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ എനിക്ക് എന്റെ മുടിയും അതേപോലെ ഇപ്പോ ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്റെ സൗണ്ട് ഭയങ്കര ബാസുള്ള സൗണ്ടാണ്. ഇപ്പൊ ഞാൻ പാട്ടൊക്കെ പഠിക്കുന്ന ആളാണല്ലോ, അപ്പം എപ്പോഴും സ്വീറ്റ് ആയിട്ടുള്ള സൗണ്ടിനാണല്ലോ എപ്പോഴും മാർക്കറ്റും ആളുകൾക്ക് കേൾക്കാനും ഇഷ്ടമാണ്. അപ്പം എനിക്ക് പക്ഷെ ഭയങ്കര അതാണ് മെയിൻ, അത് മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇല്ല. അപ്പൊ അങ്ങനെയല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൗണ്ടും എന്റെ മുടിയൊക്കെ ഭയങ്കര ഇഷ്ടം. ആ സമയത്ത് നേഹ നായരൊക്കെ ആ സമയത്താണ് വന്നത്. അപ്പൊ എനിക്ക് ഞാൻ ഭയങ്കര ഫാനാണ്. ഇപ്പോഴും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ആ കാര്യം അങ്ങനത്തെ ഒരു ബേസ്, ഇപ്പൊ രമ്യ നമ്പീഷനൊക്കെ അവരുടെയൊക്കെ സൗണ്ട് ഒരു ബേസ് ഉള്ള സൗണ്ട് അല്ലേ, അപ്പൊ അവരുടെയൊക്കെ ഭയങ്കര ഫാനായിരുന്നു ഞാൻ. ആ സമയത്ത് ഇങ്ങനെ അവരുടെ പാട്ടൊക്കെ കേൾക്കും, അത് പാടി അങ്ങനെയൊക്കെ ആയിരുന്നു. ഈ ആക്ടിങ് സ്റ്റൈലില് എപ്പോഴും നോക്കി കണ്ടിട്ടുള്ള ഇവരുടെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ആക്ടറോ പറയാൻ പറഞ്ഞ ആരുടെ പേരാ പറയാ? അങ്ങനെ ചോദിച്ചപ്പോ നമുക്ക് എല്ലാ നല്ല ആക്ടർ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കണ്ടാൽ നമുക്ക് അയ്യോ അതേപോലെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നും. പിന്നെ പറയാം, ഇപ്പം തബു ഒക്കെ ഇല്ലേ, തബുവിന്റെ ഇപ്പോ ചില ഇപ്പൊ മക്ബൂൽ അങ്ങനെ 2-3 സിനിമകളുണ്ട്. അതിലൊക്കെ അവര് ചില സീൻസ് ഒക്കെ എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് തോന്നും. നമ്മളിപ്പോ എല്ലാരും പറയും, ഇപ്പൊ ഇർഫാൻ ഖാൻ സാറൊക്കെ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് അത്ര നന്നായിട്ട് അപ്പൊ എങ്ങനെയാ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്ന പോലെ തബു ചെയ്യുന്നത് എനിക്ക് അത് ഭയങ്കര പാടാണ്. അവർ ചെയ്ത ചില ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാനായിട്ട് അതൊക്കെ എങ്ങനെയാ ചെയ്യാൻ പറ്റുന്ന, അതൊക്കെ ഭയങ്കര അത്ഭുതമാണ്. ഓക്കെ, ഇതിപ്പോ ഇത്രയും സിനിമയുടെ എക്സ്പീരിയൻസ് ആയല്ലോ. ഇപ്പൊ ആർഷയുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സ് ഒക്കെ ഏകദേശം അറിയാൻ പറ്റി കാണും. പക്ഷെ ആർഷനെ തന്നെ സ്ക്രീനിൽ കാണുന്ന സമയത്തേ ആർഷ ഈ പറഞ്ഞ പോലെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള മേഖലകൾ സിനിമയിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നോട്ടീസ് ചെയ്ത സാധനങ്ങൾ എന്തൊക്കെ? പണ്ട് രജിഷ വിജയൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പൊ അച്ചടി ഭാഷയുണ്ടല്ലോ, ആ ഭാഷയിൽ അതായത് എഴുതി വെച്ച നാടകീയമായിട്ടുള്ള ഡയലോഗുകൾ അത് സ്ക്രീനിൽ പറയാൻ ഭയങ്കര പ്രയാസമാണ് എന്ന് അവരതിൽ വർക്ക് ചെയ്യുകയാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആർഷ ഇംപ്രൂവ് ചെയ്യാൻ തോന്നിക്കുന്ന മേഖലകൾ എന്തൊക്കെയാ? അങ്ങനെ ചോദിക്കാൻ കുറെ ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. ഇപ്പോ നമ്മുടെ മാനറിസംസിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തോന്നിയിട്ടുണ്ട്. ഇല്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ തോന്നിയിട്ടുണ്ട് മാനറിസംസിലൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആക്ച്വലി ഇപ്പൊ ഞാൻ കുറച്ച് പടങ്ങളല്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പം എനിക്ക്
കുറച്ചുകൂടി ചെയ്താൽ എനിക്ക് കുറച്ചുകൂടെ എന്നെ പറ്റി ഒരു പറയാൻ പറ്റും. അതെ അതെ പറ്റുമായിരിക്കും എന്ന് തോന്നുന്നു. ഒരു ക്യൂരിയസ് അല്ല ഉറപ്പായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ കാണുമ്പം ഇപ്പൊ എനിക്ക് എല്ലാം ഭയങ്കര സാറ്റിസ്ഫൈഡോ അങ്ങനെ ഒന്നും അല്ല ഒരിക്കലും. നമ്മൾ അപ്പൊ ഓരോ കാര്യങ്ങൾ നോട്ട് ചെയ്യും. നമ്മൾ അടുത്തൊരു വർക്ക് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ തന്നെയാണ് നോക്കുന്നത്. ഇപ്പോഴും ഓരോ കാര്യങ്ങൾ മനസ്സിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചപ്പം എന്താ ഓർമ്മ വരുന്നില്ല. ഓക്കെ. എപ്പോഴേ എനിക്ക് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്നതാ. എല്ലാ ആക്ടേഴ്സും ചിലപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് ഒരു സ്ക്രീനിൽ നിൽക്കുന്ന സമയത്ത് ഏറ്റവും ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ചാലഞ്ചിങ് ആയിട്ടുള്ള അവരുടെ കൈ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതായിരിക്കും. അത് കൈ ഏറ്റവും വലിയ ഭാരമായിട്ട് അനുഭവപ്പെടാറുണ്ട് ചില സിനിമകളിൽ അഭിനയിക്കുമ്പോൾ, ചില കഥാപാത്രങ്ങളായിട്ട് ചെയ്യുമ്പോൾ. ആഷയ്ക്ക് ഈ പറയുന്ന ഇത്തരം ഏത് കാര്യത്തിലാണ് ഡിഫിക്കൽട്ട് തോന്നിയിട്ടുള്ള? പൊതുവെ ഇപ്പം സംസാരിക്കുമ്പോഴൊക്കെ കൈ യൂസ് ചെയ്യുന്ന ആളാണ് ഞാൻ. എന്റെ കുറച്ച് മാനേഴ്സും കാണാലോ, ഇതൊക്കെ ഉണ്ട്. അപ്പം അത് ഇപ്പം അതിപ്പോ ഓരോ ക്യാരക്ടറിന് വേണ്ടതാണെങ്കിൽ ഇപ്പൊ ശലഭ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഭയങ്കര ലൗഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അവര് ഒരു കുറച്ച് ഇളക്കം നല്ല, പക്ഷെ അങ്ങനത്തെ ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരാളാണ്, ഭയങ്കര ബബ്ലി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം അപ്പൊ അവരങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും ചെയ്യുന്നത്. പക്ഷെ മീനാക്ഷി അങ്ങനെ ആയിരിക്കില്ല. അതെ, കൺട്രോൾഡ് ആയിരിക്കും. അവര് കുറച്ചുകൂടെ ബുദ്ധി, അവർ കുറച്ചുകൂടെ വേറെ, അവരെപ്പോഴും ഇങ്ങനെ കണ്ണിങ് ആണല്ലോ, അവര് പല പല കാര്യങ്ങളും തലയിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ പിന്നെ നമുക്ക് നല്ലൊരു ഡയറക്ടർ ഉണ്ടെങ്കിൽ അവര് നമുക്ക് ഇൻസ്ട്രക്ട് ചെയ്യും പ്രോപ്പറായിട്ട്. നമ്മള് ഫൈനലി നമ്മൾ ചെയ്യുന്ന ഡയറക്ടറിന് വേണ്ടത് കൊടുക്കാന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള നല്ല ഡയറക്ടേഴ്സ് ആണ്. അപ്പൊ അവർക്ക് വേണ്ടത് എന്നിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അവർക്ക് എന്താണോ വേണ്ടത് അവരത് പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പം ആസ് എൻ ഓഡിയൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം, താങ്കൾ വളരെ ഒരു നാച്ചുറൽ ആക്ടർ, അതായത് ആർട്ടിഫിഷ്യാലിറ്റി അധികം നമ്മൾക്ക് അഭിനയിക്കുകയാണെന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പൊ താങ്കളുടെ ആക്ടിങ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹ്യൂമർ ക്യാരക്ടേഴ്സ് ചെയ്യാൻ കാലിബർ ഉള്ളൊരു നടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ ആശാനെ തന്നെ നോക്കുന്ന സമയത്തെ ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്ന മേഖലകൾ എന്താ? ആസ് ആൻ ആക്ടർ പോവാൻ പ്രയാസമുള്ള മേഖലകൾ ഏതൊക്കെയാ ആഷയ്ക്ക് ആസ് ആൻ ആക്ടർ? എനിക്ക് തോന്നുന്നു ഹ്യൂമർ തന്നെയാണ് തോന്നുന്നത്. കാര്യം ഇത് ഭയങ്കര പാടല്ലേ. ആണോ? ഹ്യൂമർ അല്ലേ കുറച്ചും കൂടെ ഈസി അല്ലേ? ഞാൻ പറഞ്ഞ എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ ശലഭ ആണ്, ഞാനത് ഇപ്പം മധുര മനോഹര മോഹം ഉള്ളൂ നമ്മളൊരു കോമഡി ജോണർ പടം ഞാൻ ചെയ്തത്. അപ്പം പിന്നെ എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ചെയ്യാൻ. എനിക്ക് തോന്നാറുണ്ട് എനിക്ക് കോമഡി ചെയ്യാൻ പറ്റുമെന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷെ ഭയങ്കര പാടാണ്. അപ്പൊ എനിക്ക് അറിയില്ല എങ്ങനെയാണെന്ന്. നമ്മൾ ചിരിക്കാൻ ഭയങ്കര പാടല്ലേ, നമ്മൾ തന്നെ പറയല്ലേ ഇതെന്ത് കോമഡി എന്നൊക്കെ പറയല്ലേ. അപ്പം എനിക്കൊന്നും അതാന്ന് തോന്നുന്നു കുറച്ച് പാടായിട്ടുള്ളത്. പക്ഷെ എനിക്ക് ആക്ച്വലി അത് അങ്ങനെയല്ല കേട്ടോ പറയുന്നത്. ശരിക്കും എല്ലാ സീൻസും ചെയ്യാൻ ഭയങ്കര പാടാണ്. സത്യമാണ്, അല്ലാതെ സത്യമാണ്. എല്ലാം ഇപ്പം കരയുന്ന സീൻസ് എല്ലാം എല്ലാ ആക്ടേഴ്സും അവർ പ്രോപ്പറായിട്ട് അതിൽ വർക്ക് ചെയ്ത് അവരുടെ ഇൻപുട്സ് ഇട്ട് തന്നെ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ എല്ലാം അഭിനയിക്കുന്ന ഒരു ഈസി ടാസ്കേ അല്ല. അപ്പം അതുകൊണ്ട് ഇപ്പൊ കോമഡി പക്ഷെ കുറച്ചുകൂടെ പാടാണ്. കാര്യം അത് മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കാൻ കുറച്ച് പാടാണ്, അവരെ ചിരിപ്പിക്കാൻ പാടാണെന്നുള്ളൊരു കാര്യം ശരിയാണ്. പക്ഷെ പൊതുവെ അഭിനയം ഒരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. നന്നായിട്ട് അഭിനയിക്കുക എന്നുള്ളത് അത് നമ്മൾ അറിഞ്ഞ് നന്നായി വർക്ക് ചെയ്ത് ചെയ്യേണ്ട കാര്യമാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഹ്യൂമർ അല്ല, അത്യാവശ്യം സെൻസിറ്റീവ് ആയിട്ട് വിതുമ്പി കരയേണ്ട ഒരു സീനാണെന്ന് കരുതുക. അത് പല ഷോട്ടുകളിലും പല പല ഘട്ടങ്ങളിലായിട്ടല്ലേ എടുക്കുക. എനിക്കറിയില്ല ആഷ അങ്ങനെ ഒരു റോൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ കരഞ്ഞ് വിതുമ്പി ചെയ്യേണ്ട ഒരു ക്യാരക്ടർ പല പല തവണ കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഈ കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ, അതായത് കരച്ചിലിന്റെ ഒരു കണ്ടിന്യൂറ്റി നമ്മൾ മുന്നത്തെ ഷോട്ടിൽ കൊടുത്ത അതേ രീതിയിൽ പിന്നെയും, അപ്പൊ അതെങ്ങനെ റീക്രിയേറ്റ് ചെയ്തെടുക്കുക? അത് നമ്മളിപ്പോ ഫസ്റ്റ് ചെയ്ത് നമ്മൾ പിന്നെ മോണിറ്ററിലൊക്കെ നോക്കാൻ പറ്റുമല്ലോ. പണ്ടത്തെ ആക്ടേഴ്സൊക്കെ എങ്ങനെ ചെയ്തത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവില്ല. നമ്മൾ മോണിറ്ററിൽ പോയി നോക്കി നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഇങ്ങനെ കരഞ്ഞു, പിന്നെ നമ്മൾ ഒന്ന് അതേപോലെ കരയും. അതെ ഞാൻ പറയുന്നത്, അതേ കരച്ചിലും അതേ കണ്ണുനീരൊക്കെ പിന്നീട് രണ്ടാമത് റീക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. അതേ സാധനം തന്നെ പിന്നെ നമ്മള് ഡബിംഗ് തിയേറ്ററിൽ അപ്പൊ അതിന്റെ ടെക്നിക്ക് എന്താ? അതിനെന്താ യൂഷ്വലി ആഷ ചെയ്യുന്നത്? ടെക്നിക് ഞാൻ പറഞ്ഞില്ലേ, ടെക്നിക് ഒന്നുമില്ല, അഭിനയിക്കുവാണ്. അതാണ് നമ്മൾ അഭിനയിക്കുകയാണ്. നമ്മൾ പോയി നോക്കും, ഓക്കെ ഇങ്ങനെ കരണ്ട, നമ്മൾ വന്ന് അഭിനയിക്കുകയാണ്. അഭിനയമാണ് ബേസിക്കലി. അപ്പൊ അതിനകത്ത് ട്രിക്ക് ഈ പറയുന്ന പോലെ മെത്തേഡാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു പ്രോപ്പർ മെത്തേഡ് ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എനിക്കിപ്പോ ഞാൻ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്ത ഒരാളല്ലാത്തതുകൊണ്ട് എനിക്കൊരു പ്രോപ്പർ മെത്തേഡ് ഉണ്ടോ, അല്ലെങ്കിൽ എനിക്കൊരു മെത്തേഡ് കണ്ടെത്താൻ എനിക്ക് കുറച്ചുകൂടെ സമയം വേണം. പക്ഷെ ആസ് ഓഫ് നൗ ഞാൻ ഡയറക്ടർ ഇൻസ്ട്രക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുവാണ് സിനിമയില്. അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷെ ഞാൻ ചോദിച്ചു, ഇപ്പൊ ഇത്രയും ആൾക്കാർ ചിലപ്പോൾ നോക്കി നിൽക്കുമായിരിക്കും ഒരു ഷൂട്ടിന്റെ സെറ്റില്, ആൻഡ് ആ സമയത്ത് നമുക്ക് കണ്ണീരും വരണം,
ഈ ഈ സാധനം ഉണ്ടല്ലോ അത് ഭയങ്കര വലിയ ചാലഞ്ച് ആണല്ലോ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം. അതായത് ആ കറക്റ്റ് ഷോട്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റണം. ഇത്രയും പേര് നോക്കി നിൽക്കുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ നമുക്ക് നമ്മളേതായിട്ടുള്ള ചിലപ്പോൾ ഇൻഹിബിഷൻസ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ കോസ്റ്റ്യൂംസിന്റെ ആയിരിക്കും, അങ്ങനെ കുറെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ സമയത്ത് തന്നെ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുക ഭയങ്കര ചാലഞ്ച് ആണല്ലോ. ആ ചാലഞ്ചിനെ എങ്ങനെ മറികടക്കുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് അങ്ങനെ പൊതുവെ ആൾക്കാർ നോക്കി നിൽക്കുന്ന അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല. ഇല്ല അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ആൾക്കാർ നോക്കി നിൽക്കുമ്പോഴാണല്ലോ നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നാണക്കേടാണല്ലോ അവിടെ വെച്ച് ചെയ്യാൻ അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ടില്ല. ഇപ്പൊ ചോദിക്കുമ്പോഴാണ് ആലോചിക്കുന്നത്. എനിക്ക് നമുക്ക് ഇതിപ്പോ ഓർത്ത് വെച്ചിട്ട് അടുത്ത ഇന്റർവ്യൂ സെറ്റാക്കാന്നാണ്. അതെ, ഞാൻ പറഞ്ഞില്ലേ ശരിക്കും നമ്മൾ അഭിനയിക്കുവാണ്. അപ്പൊ അതിന് ഓരോരുത്തർക്കും ഓരോ മെത്തേഡ്സ് ഉണ്ട്. ഇപ്പൊ ചിലർ പറയുന്ന അവര് അവരുടെ ലൈഫിലെ റിയൽ ലൈഫിലെ കാര്യങ്ങള് ആലോചിക്കാറുണ്ട്. ഞാൻ പിന്നെ സോങ്സ് കേൾക്കാറുണ്ട് കേട്ടോ. സോങ്സ് എനിക്കൊരു ഇൻഫ്ലുവൻസ് ആണ് ആക്ച്വലി. അതെല്ലാരും യൂസ് ചെയ്യുന്നത്. എല്ലാരും പാട്ടൊക്കെ കേൾക്കാറുണ്ട്. നമ്മളൊരു മൂഡ് ചേഞ്ച് ആവുമല്ലോ നമ്മുടെ പാട്ട് കേൾക്കുമ്പോ. അതൊരു നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു, അതായത് ഭയങ്കര കളർഫുൾ സീനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ജില്ലായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് പോകും, അങ്ങനെയാണോ? അല്ല അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ ഇപ്പൊ എപ്പോഴും ഒരു ഇമോഷണൽ സീനിലായിരിക്കും, ഒരു ഭയങ്കര ഇമോഷണൽ സെൻസ് ഒരു വിഷമം സീനിലായിരിക്കും സോങ്സ് എപ്പോഴും. ഞാൻ വിഷമമുള്ള പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ മൂഡ് ഡൗൺ ആവുമല്ലോ. അപ്പൊ അത് കുറച്ച് ഹെൽപ്പ് ചെയ്യും. അതെല്ലാരും മ്യൂസിക് ഒക്കെ എല്ലാരും പൊതുവെ ആക്ടേഴ്സ് ഒക്കെ കേൾക്കാറുണ്ട്. അതൊരു ഈസി കാര്യമാണ്. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ പലരും റിയൽ ലൈഫ് കാര്യം ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറൊന്നുമില്ല. ഇല്ല. ഇപ്പൊ എല്ലാ ആക്ടേഴ്സേ എങ്ങനെ സ്ക്രിപ്റ്റ് കേൾക്കുക എന്ന് വെച്ചാൽ എങ്ങനെ ഒരു പ്രൊജക്ട് തിരഞ്ഞെടുക്കുക എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയും സ്ക്രിപ്റ്റ് കേൾക്കും, സ്ക്രിപ്റ്റ് കേട്ടിട്ട് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് മാത്രമേ ഞാൻ കമ്മിറ്റ് ചെയ്യാറുള്ളൂ. ഈ സ്ക്രിപ്റ്റ് വായനയുടെ ഒരു പ്രോസസ്സ് എങ്ങനെ? എന്തായാലും ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ വായിച്ചു തീരാൻ പറ്റുന്ന തരത്തില്ല. അപ്പൊ എങ്ങനെ അതിന്റെ പിന്നിൽ എത്ര ദിവസം എടുക്കും ഒരു സ്ക്രിപ്റ്റ് വായിക്കാൻ? ആ സ്ക്രിപ്റ്റിന്റെ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പൊതുവെ ഇപ്പൊ വീട്ടിൽ നമ്മൾ വെറുതെ ഇരിക്കുവാണെങ്കിൽ ഞാൻ ഇരുന്നങ്ങ് വായിക്കും. നമുക്കിപ്പോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആണെങ്കിൽ നമ്മൾ വേഗം വായിച്ചു തീർക്കാൻ പറ്റും. നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കും. പിന്നെ നമ്മൾ വേറെ പരിപാടിയിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ സമയമൊക്കെ എടുക്കും സ്ക്രിപ്റ്റ് വായിക്കാൻ. സ്ക്രിപ്റ്റ് വായിച്ചിട്ട് പിന്നെ ഡയറക്ടറായിട്ടും കൂടെ സംസാരിക്കണമല്ലോ. എന്നാലും ഒരു കാര്യം, ഡയറക്ടർ ആണല്ലോ ആ പ്രോജക്റ്റ് ചെയ്യുന്നത്. അപ്പൊ പുള്ളിയുടെ അദ്ദേഹത്തിന്റെ ഒരു വ്യൂ എന്താണെന്ന് അറിയണമല്ലോ സ്ക്രിപ്റ്റിലുള്ളത്. എന്തായാലും സ്ക്രിപ്റ്റ് വായിക്കാൻ എന്തായാലും ഒരു ദിവസം കൊണ്ടൊന്നും തീരത്തില്ലല്ലോ സ്ക്രിപ്റ്റ് വായിച്ച്. അല്ല വായിക്കാം കേട്ടോ. കാര്യം 200 സംതിങ് പേജ് ഒക്കെ ആയിരിക്കും ഒരു സ്റ്റാൻഡേർഡ് ഇതിന് വരുന്നത്. വായിച്ചു തീർക്കാം പിന്നെ. പക്ഷെ എന്നാലും 1-2 ദിവസം എടുക്കും. 1-2 ദിവസം എടുക്കും. ഈ 1-2 ദിവസം കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ചിലപ്പോൾ ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും ചില സീനിൽ. ചിലപ്പോൾ നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ചില സീൻസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമുക്ക് കണക്ട് ആവാൻ പറ്റത്തില്ല. അപ്പൊ ഈ കൺഫ്യൂഷൻസ് ഒക്കെ സംസാരിച്ചിട്ടേ അവിടെ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് മാറ്റണമല്ലോ സ്ക്രിപ്റ്റ്. അപ്പൊ എന്താ യൂഷ്വലി പറയുന്ന ആൻസർ എന്താ? ഭയങ്കര ബുദ്ധിമുട്ട്, ഏറ്റവും ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ട്. അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ടെൻഷൻ ആവും, ഭയങ്കര ടെൻഷൻ ആവും. വേണ്ടാന്ന് വെക്കുന്ന പറയണ്ടേ ഇത് എന്ന് വെച്ചാ അവരും അവരുടെ ഒരു ലൈഫിൽ അവർ എത്ര നാളെടുത്ത് എഴുതിയ സ്ക്രിപ്റ്റ് അവർ നമ്മുടെ അടുത്ത് വന്ന് ഐ മീൻ അതൊന്നും അങ്ങനെ ഇതൊരു വളരെ പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ പോലും അതിൽ കുറച്ച് പുറമോട്ടാണ് ഞാൻ. ആ ഒരു നോ പറയേണ്ട കുറച്ച് ഭയങ്കര എനിക്കങ്ങ് ടെൻഷനും ഭയങ്കര ടെൻഷനും ആങ്സൈറ്റിയും ആണ്. എനിക്ക് കോൾ വിളിക്കും കട്ടാക്കും അങ്ങനെയൊക്കെ ഞാൻ ചെയ്യും. എനിക്ക് ഭയങ്കര ടെൻഷനാണ് അത്. അതിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക്. വിളിച്ചിട്ട് ഇങ്ങനെ പറയും ചേട്ടാ. അപ്പൊ അവരെ സത്യം പറയണ ഞാൻ ഇതുവരെ വിളിച്ചിട്ടുള്ള എല്ലാവരും അവര് വളരെ റെസ്പെക്ട് ചെയ്ത് അങ്ങനെ തന്നെയാ ചെയ്തിട്ടുള്ള. പിന്നെ അങ്ങനെ എപ്പോഴെങ്കിലും ചെയ്യണം ആഗ്രഹം ചില ആക്ടേഴ്സ് പറയുന്നതൊക്കെ, അതായത് ഇപ്പൊ മറ്റേ സിനിമയിൽ ശ്രീനിവാസൻ പറയുന്നത് ഈ കർണന്റെ റോള് ചെയ്യണം ആഗ്രഹമുണ്ട്, മഹാത്മാഗാന്ധിയുടെ റോൾ ചെയ്യണം എന്ന് ആഗ്രഹം. ഇതുപോലെ ലേഡീസിനോട് ഞാൻ ചോദിച്ച സമയത്ത് അവരൊക്കെ എപ്പോഴും പറയാനുള്ള ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുപോലെ ഗോസ്റ്റ് അപ്പിയറൻസിൽ വരണം എന്ന് പലരും ഇങ്ങനെ പറയാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും കോൺസെപ്റ്റ്സ് ഉണ്ടോ? കൊള്ളാല്ലേ, പ്രേതമായിട്ട് ഞാൻ നല്ലതായിരിക്കും അല്ലേ? അടിപൊളി. പ്രേതത്തിന്റെ റോൾ എനിക്ക് ഇഷ്ടം. പക്ഷെ പ്രേത സിനിമ കാണാൻ എനിക്ക് പേടിയാ. പക്ഷെ ഇങ്ങനെ പേടിപ്പിക്കാമല്ലോ നമുക്ക്. പ്രേത സിനിമ ചെയ്യാം, എല്ലാ സിനിമയും ചെയ്യാൻ ഇഷ്ടമാണ്. ഡാൻസറിന്റെ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ ഡാൻസർ നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവില്ല. ഒന്നുമില്ല, നന്നായി അഭിനയിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമ കിട്ടി, അതാണ് നമ്മൾ ഒരാഗ്രഹം. ബേസിക്കലി ഏത് റോള് കിട്ടിയാലും ചെയ്യണമെന്ന് തന്നെ ആഗ്രഹം. നെഗറ്റീവ് ഞാൻ മീനാക്ഷി ചെയ്തല്ലോ, ഇനിയിപ്പം വേറെ നെഗറ്റീവ് കിട്ടി. നെഗറ്റീവ് നല്ല രസം ചെയ്യാം. ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള കോംപ്ലിമെന്റ് എന്താ ആക്ടിങ്ങില് ഡയറക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള? നാച്ചുറൽ ആക്ടർ ആണെന്നാണോ? അങ്ങനെയല്ല, കുഴപ്പമില്ല.
ഞാൻ എന്നെ പൊക്കി പറയില്ല, അങ്ങനെയല്ല, നന്നായിട്ട് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈഫിൽ ഏറ്റവും കൂടുതൽ ടേക്ക് പോയ സീനും സംഭാഷണവും ഏതാന്ന് ചോദിച്ചാൽ എന്താ പറയാ? അപ്പൊ ടേക്ക് പോയത്, ഏറ്റവും കൂടുതൽ ടേക്ക് പോയത് ആവറേജ് അമ്പിളി അറിയാം സീരീസ്, അതിലൊരു ഒറ്റ സീനുണ്ട്. ഞാനിങ്ങനെ അതൊരു 2-3 സെക്കൻഡിന്റെ സീനാണ്. ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കിട്ടിയിട്ട് ഡോറ് തുറന്ന് വന്നിട്ട് ഇങ്ങനെ കിട്ടിന്ന് പറഞ്ഞ് തലയാട്ടി കാണിക്കും. തലയാട്ടാൻ അതിങ്ങനെ അത് എത്രയോ ടേക്ക് പോയി ഇങ്ങനെ. അതിനകത്ത് വേറെ ഒന്നിനും അത്ര പ്രശ്നം വന്നിട്ടില്ല. ഞാനിങ്ങനെ വരും, അത് ചുമ്മാ അതിനിടയ്ക്ക് കോമഡി ആവട്ടിരിക്കുന്നവർ ചിരിപ്പിക്കും അങ്ങനെയൊക്കെ. മൊത്തം അവിടെ അതൊരു ഫ്രണ്ട്സ് ഗ്യാങ് പോലെയാണ്. അത് കുറേ ടേക്ക് പോയിട്ടുണ്ട്. അവസാനം കുറെ ആയപ്പോഴാണ് അത് കിട്ടിയത്. 2 സെക്കൻഡ് സാധനമായിരുന്നു. ഞാൻ പണ്ട് രേവതി ചേച്ചിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് സിനിമയില് നമ്മൾ സിമ്പിൾ എന്ന് വിചാരിക്കുന്ന സീൻസ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ട് ചെറിയ സാധനം. പണ്ട് കിലുക്കം സിനിമ വെറുതെ നിൽക്കാൻ ഭയങ്കര പാടാ. അതെ, വെറുതെ നിൽക്കാൻ പാടാ. അപ്പോഴാണ് നമ്മൾ ഈ കൈയുടെ ഭാരമൊക്കെ അറിയാം അല്ലെ, ഒരാൾ ഡയലോഗ് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഡയലോഗ്സ് ഇല്ലാതെയൊക്കെ നിൽക്കുന്ന സീൻസ് ഒക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആക്ച്വലി. ഒന്നും ചെയ്യാനില്ല, നമ്മൾ എന്താ ചെയ്യണ്ട, അതാണ് നമ്മളിങ്ങനെ അതിലെപ്പോഴും ഈ കിലുക്കം സിനിമ കണ്ടിട്ടുണ്ടോ? അപ്പൊ അതില് രേവതി ചേച്ചി മറ്റേ തിലകൻ ചേട്ടൻ വന്ന എന്റെ മീശ എവിടെ എന്ന് ചോദിക്കുന്ന സീനില്ലേ, അതായത് മുഖത്തുണ്ടല്ലോ എന്ന് പറയുന്ന, ഇതേ മുഖത്തുണ്ടല്ലോ എന്ന് പുള്ളിക്കാരത്തി പറയുന്ന ഷോട്ട് ഉണ്ട്. ആ ഷോട്ടാണ് പുള്ളിക്കാരത്തിയുടെ കരിയറിൽ ഏറ്റവും കൂടുതൽ പുള്ളിക്കാരി പറയുന്നത്. അതിൽ എന്തത്ര പ്രശ്നം അത് ചെയ്യും, പക്ഷെ ആ സിമ്പിൾ ഷോട്ട്, പക്ഷെ അത് ചെയ്യാൻ കുറെ ഷോട്ട് പോയിട്ടുണ്ട്. ഇതേ മുഖത്ത് ഇരിപ്പുണ്ടല്ലോ, മീശ ബാക്കി ഇരിപ്പുണ്ടല്ലോ എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അതുപോലെ ആവറേജ് അമ്പിളിയില് ചെറിയ സീൻ, എപ്പോഴെങ്കിലും സംവിധായക കുപ്പായം അണിയണം ആഗ്രഹം ഉണ്ടോ? അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. ഇല്ല, ആക്ടർ ബേസിക്കലി പെർഫോമൻസ് ആണ്, പെർഫോമൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്. കൊറിയോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ്, ഡാൻസ് കൊറിയോഗ്രാഫി ഭയങ്കര താല്പര്യമുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ അതൊന്നും അങ്ങനെ ആവണമെന്നൊന്നുമല്ല. ബിക്കോസ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഡാൻസ് കൊറിയോഗ്രാഫി കുഴപ്പമില്ല ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അല്ലാതെ പെർഫോമൻസ് ആണ്. ഈ മധുരമനോഹരത്തിൽ ഏതെങ്കിലും നമ്മുടെ കൊറിയോഗ്രാഫി നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ സ്ക്രീനില്? കൊറിയോഗ്രാഫി ഇല്ല, അതിനകത്ത് ഡയറക്ടറിന്റെ കുറെ കൊറിയോഗ്രാഫി, സ്റ്റെഫി സേവ്യറിന്റെ കുറെ കൊറിയോഗ്രാഫി ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അതെ, ഞാനൊന്നും കൊറിയോഗ്രാഫി ചെയ്തിട്ടില്ല. അതിനകത്ത് എന്തോ 2-3 സ്റ്റെപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ചുമ്മാ ഡാൻസ് ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അത്രേ ഉള്ളൂ. ആ സിനിമയിൽ രജിഷ വിജയന്റെ സൈജു കുറുപ്പിനെ കൊറിയോഗ്രാഫി ചെയ്തത് ആരാ? ആ പാട്ട് അയ്യോ, അതെനിക്ക് ആ മാസ്റ്ററിന്റെ പേരറിയില്ല കേട്ടോ. അതൊരു കൊറിയോഗ്രാഫറാണ്. നല്ല രസമല്ലേ അത്? നല്ല രസമല്ലേ, നല്ല കോമഡിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. നിങ്ങളുടെ ഒരു തീം സോങ് ഉണ്ടായിരുന്നു പിന്നെ നിങ്ങളുടെ 3 പേരും കൂടെ. അത് റംസാൻ ചെയ്തത്. അത് നല്ലായിരുന്നു. അതിന്റെ കാര്യം പറഞ്ഞു, റംസാൻ ചെയ്തായിരുന്നു. എപ്പോഴെങ്കിലും ഈ ബാൻഡിൽ പോയി പാടുകയോ അല്ലെങ്കിൽ സ്റ്റേജിൽ ഈ ആക്ടർ ആയതിനു ശേഷം ഡാൻസ് പെർഫോമൻസിന് വേണ്ടിയിട്ട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങനെ ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് പോകണം, നമ്മൾ കുറെ നാളത് പ്രാക്ടീസ് ചെയ്തെടുത്ത് വേണ്ടേ ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യണ്ടേ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ 2-3 പ്ലാൻസ് ഉണ്ട്. ഇനിയിപ്പം വരുന്ന മാസങ്ങളിലൊക്കെ 2-3 പ്ലാൻസ് ഉണ്ട്, അതൊക്കെ ചെയ്യണം. പാട്ടല്ല, ഡാൻസ് പ്രോഗ്രാം ആണ്. അത് പറഞ്ഞപ്പോഴാട്ടോ എനിക്കൊരു റോക്ക് സ്റ്റാർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹം. സിനിമയിലാണോ ഇതൊക്കെ ഇട്ടിനി എന്നെ? സിനിമയിലല്ല, റിയൽ ലൈഫിൽ. അല്ലാതെ അതെന്താ കളിയാക്കുന്നുണ്ടോ എന്നെ? ഇല്ല, ഞാൻ വളരെ ആത്മാർത്ഥമായി ഞാൻ ചോദിച്ചതാ. ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് സിംഗർ ആവാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ എനിക്കൊന്നും അത്ര കോൺഫിഡൻസ് ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പാടിയ പാട്ടിന് എനിക്കറിയാം താങ്കൾ ബേസിക്കലി സിംഗർ ആണെന്നൊക്കെ എനിക്കറിയാം. പണ്ടത്തെ ഇന്റർവ്യൂസിലൊക്കെ താങ്കൾ പാടിയ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം. നമ്മൾ മറ്റുള്ള ഈ സിംഗേഴ്സ് ഒക്കെ പാടുന്ന കേൾക്കുമ്പോൾ നമുക്ക് നമ്മളോടൊരു ഇത് തോന്നും. അതുകൊണ്ട് ഞാൻ മൈൻഡ് റീഡിംഗിൽ ഭയങ്കര എക്സ്പെർട്ടാ. എപ്പോഴെങ്കിലും ഒക്കെ റിയാലിറ്റി ഷോയിൽ പോയിട്ട് റിയാലിറ്റി ഷോയിലെ ജഡ്ജ് ആയിട്ടിരിക്കണം എന്നുള്ള സ്വപ്നം കണ്ടിട്ടില്ല. ഇല്ല, അങ്ങനെ സത്യം പറയാം, റിയാലിറ്റി ഷോസിൽ പോണെന്നേ തോന്നിയിട്ടില്ല, ജഡ്ജായിട്ട് പോണെന്ന് തോന്നിയിട്ടില്ല. ഇല്ല, അങ്ങനത്തെ എനിക്ക് എന്താ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും അല്ല. എനിക്ക് സിനിമയിൽ അഭിനയിക്കണമായിരുന്നു, എനിക്ക് ഡാൻസിലൊക്കെ ഒന്ന് കുറച്ച് മുമ്പോട്ട് പോകണമെന്നുണ്ട്. പിന്നെ കുറച്ച് നാളായിട്ടാണ് ഈ റോക്ക് സ്റ്റാർ വന്നിരിക്കുന്നത്. അല്ല, അത് കണ്ടപ്പോ തോന്നില്ല, പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ഒരു വലിയ പരിപാടി, ഒരു കോൺസെർട്ട്. ഈ സത്യസന്ധമായിട്ട് പറയണം, സ്വന്തം ക്യാരക്ടറിലെ ആഷ ബൈജു എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യുന്ന കാര്യം എന്താ? എന്റെ ക്യാരക്ടറിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അഡ്മിറേഷൻ തോന്നുന്ന കാര്യം എന്താ?
ഞാൻ ഭയങ്കര എംപത്തറ്റിക് ആയിട്ടുള്ള ഒരാളാണ്. ഐ മീൻ തീർന്നോ? പിന്നെ അവിടെ കൊണ്ട് അവസാനിപ്പിക്കണോ? ആ അതായത് എന്റെ വേദനയിൽ തന്റെ വേദന പോലെ തനിക്ക് ഫീൽ ചെയ്യും. എക്സാക്ട്ലി അങ്ങനെയല്ല. ഇപ്പോൾ ഐ മീൻ വളരെ എംപത്തറ്റിക് ആയിട്ടുള്ള ഒരാൾ. അതെ അതെ. എന്റെ സങ്കടം താങ്കളുടെ സങ്കടം പോലെ തന്നെ I അത്രയും mean, എനിക്ക് അങ്ങനെയല്ല. ഐ മീൻ എനിക്ക് ഭയങ്കര ഞാൻ മറ്റുള്ളവരെ മനസ്സിലാക്കാറുണ്ട്. ഞാൻ അവരെ അനാവശ്യമായിട്ട് ജഡ്ജ് ചെയ്യാതെ, മനുഷ്യരാണ്, അവർക്കൊക്കെ ഫോൾസ് ഉണ്ടാവും. ആരും പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും തെറ്റുകളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവരാണ്. എനിക്കും ഒരുപാട് തെറ്റുകളും ഉണ്ട്, ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഞാനതെല്ലാം മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോകും. അതെ അതെ. ഓക്കെ. അപ്പം ഞാൻ ആരെ അങ്ങനെ അനാവശ്യമായി അങ്ങനെ ജഡ്ജ് ചെയ്ത് അങ്ങനെയൊന്നുമല്ല. മലയാള സിനിമയിൽ എന്തായാലും ഒരു ഭാവിയുണ്ട്. ആക്ടിങ്ങിലാണെങ്കിലും സിംഗിങ്ങിലാണെങ്കിലും അത് എത്രയും പെട്ടെന്ന് ക്യാപ്ചർ ആവട്ടെ. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് ഫൺ മീറ്റിംഗ് യു. താങ്ക് യു. അടിപൊളിയായിരുന്നു. താങ്ക് യു.